ഇവരൊരു സ്നീക്കി ലിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ക്രംപിംഗ് ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഇട്ട് കൊടുക്കും രണ്ടുപേരും. ചന്തു വണ്ണം വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത് ഈ ലൊക്കേഷനിലുള്ള എഫക്റ്റ് ആയിരുന്നോ, ആഫ്റ്റർ എഫക്റ്റ് ആണോ? അത് ഞാനൊരു പടം വരുന്നുണ്ട്, അതിനുവേണ്ടി വണ്ണം വെച്ചതാ. ഞാനാണ് ആദ്യം പറഞ്ഞത്. ഇല്ല ഞാനാദ്യം പറഞ്ഞ സ്കാർലെറ്റ്. ഞങ്ങൾ രണ്ടുപേർക്കും താല്പര്യം അതാണ്. നിങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കല്ലേ, ഒരു തീരുമാനം ഉണ്ടാക്കി. ആരും അറിയിക്കാതെ പ്രണയിക്കും. അതാണ് നല്ലത്. അത് വേണം. അത് സ്നീക്കി ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സുഖം അങ്ങനെ തന്നെ വിചാരിക്കട്ടെ. എനിക്കും ഒക്കെ അല്ലോ, ടെൻഷനിലല്ലോ. നായകനായിട്ട് അഭിനയിക്കുമ്പോഴുള്ള പ്രശ്നം. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഞാൻ ലീഡ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ചു. എല്ലാ സിനിമയും ചെയ്യണ പോലെ ഞാൻ ഈ സിനിമയും ചെയ്യുന്നുള്ളതാണ്. അത്ര ഇച്ചിരി ഹൈ പെർഫോമൻസിനുള്ള സാധനമാണിത്. എല്ലാവരും ഇച്ചിരി ഹൈ ആയിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നത്. 70-80 റേഞ്ചിൽ പിടിക്കാം. 70-80 റേഞ്ചിൽ ഇരട്ടിയാണല്ലേ. അനശ്വരയ്ക്കും ജിസ്മൊക്കെ സമാധാനം ഞങ്ങളുടെയൊക്കെ പെർഫോമൻസ് ഉണ്ടപ്പോ അയ്യോ എത്ര ഇല്ലല്ലോ, ഞങ്ങൾ എത്ര ഓവറാക്കില്ലല്ലോ. ഞങ്ങളൊക്കെ 3 പേര് ട്രാക്കിൽ കിടപ്പോഴാണ്. ഒരു സ്നേക്ക് ലിങ്ക് ആയാലോ. നമുക്ക് ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ഒരു പൈങ്കിളി. യെസ്, അപ്പോൾ ഈ വരുന്ന February 14 വാലന്റൈൻസ് ഡേയ്ക്ക് തന്നെ കുറച്ച് പൈങ്കിളി നമുക്ക് തരാൻ ഉദ്ദേശിക്കുകയാണ് ഈ ടീം. നമ്മൾ ട്രെയിലർ കണ്ടു. ട്രെയിലറിൽ അടിപൊളി ഒരു ട്രെയിലർ, കൺവിൻസിങ് ട്രെയിലർ. ഇനിയിപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. ആൻഡ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് എന്ന് പറയുമ്പോഴും എല്ലാവരും നല്ല കിടിലൻ മെമ്പേഴ്സാണ്. അതാണ് എടുത്ത് പറയാനുള്ളത്. ഇവരുടെ എല്ലാവരുടെയും സോ പേഴ്സണലി വെൽക്കം ചെയ്യുകയാണ്. ഹലോ ദ ടീം. താങ്ക് യു. സച്ചിൻ, റോഷൻ, ചന്തു ആൻഡ് ജിസ്മ, വെൽക്കം. താങ്ക് യു. എന്തുണ്ട് വിശേഷങ്ങൾ? ഈ 14 പൊളിക്കാനുള്ള പരിപാടിയാണോ? പൊളിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. അത് പൈങ്കിളി പേരുവാണെങ്കിലും മാച്ച് ആകുന്നൊരു. അതെ, ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ നായകനാവുന്നൊരു സിനിമയാണ്. അതെ, ലീഡ് ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ചെറിയ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ വെയിറ്റിംഗ് ആണ് 14 തീയതിയിലേക്ക് ആണ്. അതിനുവേണ്ടി മാക്സിമം നമ്മളിങ്ങനെ ഗേർലി വെയിറ്റിംഗ് ആണ്. ഉറപ്പായിട്ടും അതിന്റെ പ്രൊമോഷന്റെ തിരക്കൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടത്തും പരിപാടിയാണ്. അത് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ രീതിയിലും നമ്മൾ മാക്സിമം ആളുകളിലേക്ക് പടത്തിന്റെ കാര്യങ്ങൾ എത്തിക്കാനും ഡേറ്റ് എത്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. യെസ്, അതിന്റെ ഭാഗമായിട്ടാണ് ഇതും. റോഷൻ കേട്ടാ പറയൂ. ആ ഒരു ആവേശത്തോടെ പറഞ്ഞു പൈങ്കിളിയെ പറ്റി. ആവേശം കഴിഞ്ഞിട്ട് അടുത്ത ഇപ്പൊ ഞാൻ ചെയ്യുന്ന പൈങ്കിളി. അപ്പൊ അതിലും സൈൻ ചേട്ടനും ജിത്തു ചേട്ടനും ശ്രീതേട്ടനും എല്ലാരും ഉണ്ടായിരുന്നു. സെയിം അതുപോലെ തന്നെ ഇതിലും എല്ലാരും അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെ, പിന്നെ ഇപ്പൊ ഇത് തന്നെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ. ബാക്കിയൊക്കെ പടത്തില് എല്ലാരും നമ്മൾ കാണുമ്പോ. യെസ്, ചന്തുവിന്റെ ട്രെയിലറിനകത്തൊരു ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ ഫോൺ വെച്ചിട്ട് പറയുന്നത്. ഇതിലെന്താണ് പരിപാടികൾ? സുഗുന്റെ കൂട്ടുകാരൻ, കുഞ്ഞായിന്നാണ് ക്യാരക്ടർ. സുഗുന്റെ ഒരു കൂട്ടുകാരൻ, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഒരു കോമഡി ഓവർ ദ ടോപ്പ് പരിപാടി, ഒരു ഫാമിലി പരിപാടി തന്നെ. അതിൽ കോമഡി, അതെ, എല്ലാ രീതിയിലും ഉണ്ട്. നമുക്ക് പറഞ്ഞ പോലെ റൊമാൻസ് ഉണ്ട്, അതുപോലെ ഹ്യൂമർ ഉണ്ട്, ഇമോഷണൽ, എല്ലാ രീതിയിലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാവരുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, റിലേറ്റ് ചെയ്യാൻ എല്ലാവരും റിലേറ്റ് ചെയ്യും. നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന, ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കുറേ സിനിമ പേരുകളൊക്കെ പറഞ്ഞ്, സിനിമയുടെ സിനിമയിലുള്ള ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കില്ലേ, അതുപോലെ ഈ സിനിമയിലാണെങ്കിലും അങ്ങനെയാണെങ്കിലും ചെറിയൊരു സ്പൂഫ് എലമെന്റ്സ് ഒക്കെ ലെയർ ആയിട്ടുണ്ട്. ഭയങ്കര ഫൺ എന്റർടൈനറാണ്. എല്ലാവർക്കും കണ്ണും കൂടി ഒന്ന് ഫാമിലിക്കാർക്കും സുഖമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കിടിലം 14 ഒരു ട്രീറ്റ്. പറയാനുണ്ടോ വിശേഷം? സുഖം, ഭയങ്കര സന്തോഷം. സിനിമയിലേക്ക് എത്തണം എന്നുള്ളത് ഭയങ്കര വലിയൊരു ഡ്രീമായിരുന്നു. അറിയാമല്ലോ നമ്മളൊക്കെ ഒന്നിച്ചുള്ള ആൾക്കാരല്ലേ. അപ്പം അങ്ങനെ ഒരു അത് യൂട്യൂബിൽ വർക്ക് ചെയ്തു എന്നുള്ളത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു സീരീസ് കണ്ടിട്ടാണ്, ഷിഫ്നയാണ് ആദ്യം, ചിത്തുചേട്ടൻ്റെ വൈഫാണ് ആദ്യം മെസ്സേജ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചിത്തുചേട്ടനിലേക്ക് പ്രൊഫൈൽ എത്തുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നിയാണ് വിളിക്കുന്നത്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും നല്ലൊരു ക്രൂവിലൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ 14 ആൾക്കാരെല്ലാവരും സ്നേഹിക്കുന്നവരൊക്കെ പോയി കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഫസ്റ്റ് മൂവി ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് മൂവി ഓഫ് കോഴ്സ് നമുക്കുള്ളൊരു ടെൻഷൻ പരിപാടി ചന്തു എല്ലാവർക്കും അറിയാമല്ലോ അത്. അപ്പോൾ അതിലെങ്ങനെയുണ്ടായിരുന്നു ഇവർ കംഫർട്ടബിൾ ആക്കിയത്? അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് മൂവികൾ ചെയ്ത ആക്ടേഴ്സ് വേറെ ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിന്ന് ഇപ്പം
ഓരോരുത്തരുടെ അടുത്ത് ഞാൻ അടുത്ത് ഇപ്പം ഇവരുടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് പുറത്ത്. അപ്പൊ ഇങ്ങനെ എല്ലാവരും വന്നിരിക്കും, ടെൻഷൻ ഉണ്ടോ? ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേടി കൂടി ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സീനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും, കാരണം ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ ചെറിയ ടെൻഷൻ. പാട്ടായിട്ട് ഇറങ്ങിയില്ല അതെ ആശുപത്രിയിലേക്ക്. ആരോടും പറയാതെ പോയി ആശുപത്രി കിടന്നു അല്ലേ? അതെ, ആൻസൈറ്റി അടിച്ചിട്ട് ശ്വാസം മുട്ടലായി. ചെറിയ ടെൻഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ബ്രീത്ത് ഔട്ട് ആയി പെട്ടെന്ന് അങ്ങനെ ചെറിയ ഇടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ വരും. പനി വന്നപ്പോ എല്ലാവർക്കും കോമൺ ആയിട്ട് അസുഖത്തിനെ പറ്റി പറയാം. അല്ല അങ്ങനെയല്ല, ഇവര് ഭയങ്കര സിനിമ റോഷ ഇപ്പം ട്രെയിലർ കണ്ടു, പക്ഷെ ട്രെയിലറിൽ റോഷന്റെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ എങ്ങനെയാണ് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ ഇതിലെങ്ങനെ ഒരു പൈങ്കിളിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതെ, കറക്റ്റായിട്ട് കിട്ടും. ട്രെയിലറിൽ കിട്ടിയില്ലെങ്കിലും അതെ ശരിയല്ലേ ഞാൻ ചോദിച്ചത്? അത് ഉറപ്പായിട്ടും ട്രെയിലറിൽ കിട്ടിയില്ലെങ്കിലും പടം കാണുമ്പോൾ എന്തായാലും ആവശ്യത്തിലെ ക്യാരക്ടറായിട്ട് അങ്ങനെ റിസംബ്ലൻസ് ഒന്നും ഇല്ല ഇതിന്. ഇത് വേറൊരു ക്യാരക്ടർ, പാച്ചൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ട്രെയിലർ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടൊക്കെ ചിലപ്പോൾ കിട്ടാത്തത്. കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡിംഗ് പരിപാടിയും ഇതൊക്കെ ഉള്ളത് കാരണം ഉറപ്പായിട്ടും നമ്മൾ ഒരു പിടുത്തം കിട്ടാത്ത രീതിയിൽ സ്പോയിലർ ഒന്നും കാണിക്കാതെ അത്രയും സസ്പെൻസ് ആയിക്കോട്ടെ കാണുന്ന ആളുകൾക്ക് എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ ഇപ്പൊ ആദ്യം നോക്കുമ്പോൾ ആവേശം കഴിഞ്ഞ് പൈങ്കിളി എൻറ്റയർലി ഒരു ഡിഫറൻറ്റ്. അത് നിങ്ങൾ അല്ലേ അത് ചർച്ച ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ പേരുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രോമാഞ്ചമാണെങ്കിലും ആവേശവും പൈങ്കിളിയും മൂന്ന് ഏകദേശം ഒരു ഒരേ അതെ ഒരു അത് നമ്മളത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ അവന്റെ ആവേശത്തിലെ ക്യാരക്ടറായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ് ഇതിലെ പാച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ത്രൂഔട്ടിന്റെ കൂടെയുള്ള ഒരു ക്യാരക്ടർ സുഖുവിന്റെ ഒപ്പം നന്നാവാൻ വന്നിരിക്കുന്ന പാച്ചൻ. അതെ 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 സത്യം ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ നോക്കുമ്പോ ഇപ്പം ഒരു എല്ലാവരും മൂവികളുടെ ഡിഫറൻസ് നോക്കുമ്പോൾ എല്ലാത്തിലും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു പരിപാടിയാണ് വേഴ്സറ്റൈൽ ക്യാരക്ടർ ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സംഭവങ്ങൾ പിടിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഇഷ്ടമുള്ള പരിപാടിയാണ് ആക്ടേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള മൂവികൾ തൊട്ട് നോക്കുമ്പോൾ എല്ലാ മൂവികളിലും വളരെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, ഈവൻ ഫിസിക്കാണെങ്കിലും ട്രാൻസ്ഫോം ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് രീതിയിലാണ്. ഇപ്പോൾ പൊന്മാലിൽ കാണുന്ന പോലെയല്ല അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നത്, അതിനു മുമ്പ് ജാനമലിൽ കാണുന്ന പോലെയല്ല ആവേശത്തിൽ കാണുന്നത്. ആവേശം ചിലപ്പോൾ ഏകദേശം ഒരു ഇതുണ്ടെങ്കിലും പക്ഷേ ഡിഫറൻസ് ആണ് നമുക്കറിയാം. സോ അപ്പോൾ അതിൽ ആക്ച്വലി ആസ് ആൻ ആക്ടർ ഹൗ ഡു യു ടേക്ക് ദ പോൾ, അല്ലെങ്കിൽ ഹൗ ഡു യു ടേക്ക് ഇറ്റ് യുവർ സെൽഫ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മളത് ഞാൻ കുറേയൊക്കെ ഈ പറഞ്ഞ നമ്മൾ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ടാണ്. ഇപ്പം പറഞ്ഞ പോലെ ആവശ്യമാണെങ്കിൽ എല്ലാം എൻ്റെ ഒരു ഇഷ്ടത്തിനല്ല. അപ്പം അതിൻ്റെ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വന്നം എല്ലാം ഒരേപോലെ ഇരിക്കരുത്. പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ഒരു ക്യാരക്ടർ ലിഫ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നണമെങ്കിൽ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറച്ച് അപ്പിയറൻസിൽ, അതുപോലെ തന്നെ അല്ല കോസ്റ്റ്യൂം ആണെങ്കിൽ കോസ്റ്റ്യൂം, ബാക്കിയെല്ലാം മേക്കപ്പൊക്കെ അത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നാൽ പോലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഫിസിക്കലി എന്തൊക്കെ കൊണ്ടുവരാം ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഫൈനൽ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ശ്രീജിത്ത് ഏട്ടൻ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടാണ്, നിന്റെ പഴയ നീ പറഞ്ഞോളൂ നീ ജാനമനിലൊക്കെ കണ്ട പോലെ ഒരു ഫിസിക്കായിരിക്കണം സുഖുവിന് വേണ്ടത്. അയാൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് ആവശ്യമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ലീഡ് പടം ചെയ്യണമെന്ന് ആദ്യമായിട്ട് നായകനായിട്ട് ചെയ്യുന്നു. അപ്പോൾ അതിലെനിക്ക് സുഖുവിനെ കറക്റ്റായിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന രീതിൻ്റെ അപ്പുറത്ത് സുഖുവിനെ കൊടുക്കണമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ അതുപോലെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് കാണുന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാം ഇപ്പം ഇനിയിപ്പോൾ അടുത്ത സിനിമയിലാണെങ്കിലും എന്തെങ്കിലും വണ്ണം വെക്കുന്ന ഫിസിക്കലി മാത്രമല്ല വേറെ എന്ത് രീതിയിലാണ്. ഇപ്പോൾ പൊന്മാനാണെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് വഞ്ചിയൊക്കെ തുടങ്ങി, ഞാനതിൽ കായൽ പണിക്കാരനാണ്. അപ്പോൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് വഞ്ചി തുഴയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പോയി അതിന് വേണ്ടിയിട്ട് നേരത്തെ പോയി പഠിച്ച്. അപ്പം അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും 100% കൊടുക്കുമ്പോൾ നമ്മൾ 150% കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത്. അപ്പോഴാണ് ആൾക്കാർ എന്തെങ്കിലും കാണുള്ളൂ. എല്ലാവരും 100% കൊടുക്കുമല്ലേ? അതെ, പിന്നല്ല. അതിന്റെ ഏതോ ലൊക്കേഷന്റെ ഒരു വെള്ളത്തിൽ നിൽക്കുന്നതിന്റെ ഒരു ലൊക്കേഷന്റെ ഒരു സാധനം കുറെ വൈറലായിട്ടുണ്ടായിരുന്നു. ചെളി നിൽക്കുന്ന മറ്റേ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു, അതിന്റെ ഇപ്പുറത്തെങ്ങാണ്ട് മറ്റേ ബോട്ട് ഒരു ചെളി നിൽക്കുന്ന ഒരു സാധനം. അത് മറ്റേ ഇവിടെ ആർട്ടിലെ മറ്റേ മരവിള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ട്യൂബിൽ തള്ളിക്കൊണ്ടുപോകുന്നതാണ്. അതാണോ? അങ്ങനെ പിന്നെ ഏതോ ഇതിലൊക്കെ ഓരോ ചെളിയിലൊക്കെ മറ്റേ പൊന്മാലിലെ കുറെ ഫോട്ടോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ലൊക്കേഷൻ ആക്ച്വലി എങ്ങനെയാണ്? കാരണം എല്ലാവരും പേഴ്സണലി നോക്കുമ്പോൾ ചില്ലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഈ മൂവിയുടെ ക്യാരക്ടറും ഏകദേശം ഈ പറയുന്ന പോലെ ഒരു ഫൺ അല്ലെങ്കിൽ ഒരു ഹാപ്പി റൊമാൻറ്റിക് ഫാമിലി റിലേറ്റബിൾ സംഭവമാണ്. അപ്പം പറയേണ്ട ആവശ്യം വരില്ല. എല്ലാവരും മറ്റേ കൗണ്ടേഴ്സും പരിപാടികളും
സോ ഹൗ വാസ് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ സീനുകൾ ചെയ്യുന്നത് തന്നെ ഭയങ്കര ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഒന്ന് സെറ്റിൽ വന്നിരുന്ന് ജിത്തുവിന്റെയും ശ്രീധന്റെ ഒക്കെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. ജിത്തുവിന്റെ പ്രോസസ്സ് ഞാൻ ഓൾറെഡി അറിഞ്ഞാണ്. നമ്മൾ ആവേശത്തിലാണ് ഇവരും രോമാഞ്ചത്തിൽ എനിക്കറിയാം. ശ്രീധന്റെ പ്രോസസ്സ് അങ്ങനെയാണ്. അതായത് ശ്രീധരൻ വർക്ക് ചെയ്ത ടീമിന്റെ ഒക്കെ ഒരു ഇതാണെന്ന് തോന്നുന്നു. ശ്രീധരൻ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും വന്നിരുന്ന് ഇതെങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു എല്ലാവരും ഒരു കോൺട്രിബ്യൂഷനിൽ സീൻ വർക്കൗട്ട് ആവുന്നു. അതുപോലെ തന്നെ ഷൂട്ടില്ലെങ്കിൽ പോലും സെറ്റിൽ നമ്മളെല്ലാവരും ഭയങ്കര കമ്പനിയാണ്. കാരണം നമുക്ക് പരിചയം അനശ്വരേനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സംസാരിക്കുന്നതും ജിസ്മേനെ കാണുന്നതൊക്കെ സെറ്റിലാണ്. പക്ഷെ ഇവർ ഒന്ന് ജോയിൻ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും നമ്മളെല്ലാവരും സെറ്റായി. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഷൂട്ട് ആലുവയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. ആലുവ സ്ലാങ്ങിലായിരുന്നു സംസാരിക്കാം. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. അതൊക്കെ ആ പടത്തിൽ ഭയങ്കര കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ സീൻ എല്ലാവരും ഉള്ള സീനുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പ്ലേ കാണുമ്പോൾ മനസ്സിലാവും. നമ്മളത് ഭയങ്കര കണക്ട് ചെയ്ത് ചെയ്താന്നുള്ള ഒരു സാധനം കറക്റ്റായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും സീൻ കാണുമ്പോൾ. ജിസ്മ ശരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഇപ്പം സിനിമ എന്ന് പറയുന്ന ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് അല്ലേ. ഈവൻ വിജയിങ് ആണെങ്കിലും ചെയ്തിട്ടുണ്ട്, ആങ്കറിങ് ആണെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളായിട്ട് മെൻ്റലി ട്രാൻസ്ഫോർമേഷൻ വരുന്നതും ഫിസിക്കലി ട്രാൻസ്ഫോർമേഷൻ വരുന്നതും അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് അവസാനം അത് പേ ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ. അല്ല, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആക്ച്വലി കുറേ വർഷങ്ങളെടുത്തോ അതിനുവേണ്ടി? ബോഡി ട്രാൻസ്ഫോർമേഷന് ഇല്ലില്ല, അത് ഞാൻ 2 മാസം കൊണ്ട് വണ്ണം കുറച്ചതാ. വാശിപ്പുറത്ത് ചെയ്തതാണ്. ഒരു നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നില്ല. ഫുഡ് നന്നായിട്ട് കഴിക്കുമായിരുന്നു, നന്നായിട്ട് കഴിക്കണത് അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പം ഫിസിക്കലി കുറെ പ്രശ്നങ്ങൾ വന്നു എനിക്ക് ലേറ്റർ. പെട്ടെന്ന് അങ്ങ് നമ്മൾ വയററിയാതെ കഴിച്ചു പോവാന്ന് പറയില്ലേ, ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കഴിച്ച് പെട്ടെന്ന് അങ്ങ് വോമിറ്റ് ചെയ്തു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആമാശയം ചുരുങ്ങി പോകുന്ന പ്രശ്നങ്ങളൊക്കെ. പതിയാണ് ഇത് ശരിയായി. ഇപ്പം കറക്റ്റായിട്ട് റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇപ്പം അറിയാം ഇത്രയും ഇങ്ങനെയാണ് ഇങ്ങനെ കഴിക്കണ്ടേ. വിശപ്പ് അതായത് നമ്മള് ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് വിശപ്പ് നമ്മൾ ബ്രേക്ക് ചെയ്യുമല്ലോ. വിശപ്പ് നമ്മൾ അടിച്ചു പിടിച്ചത് പിന്നീട് നമുക്ക് വിശപ്പൊക്കെ വരില്ല, കഴിക്കാൻ പറ്റാതാവും. ലാസ്റ്റ് ഞാനിപ്പോ അതിന് ട്രൈ ചെയ്ത് ഇപ്പൊ സെറ്റായി പഴയ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഇച്ചിരി പാടാ അത്. അതായത് ഇപ്പൊ ഫുഡ് പഴയ പോലെ വിശപ്പില്ല, എന്നാലും ഞാൻ ഇപ്പൊ കഴിച്ച് ഇപ്പൊ ഓക്കെ പഴയ പോലെ ആയി. ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നു, കഴിക്കാൻ പറ്റുന്നുണ്ട്. പറ്റുള്ളൂ. അത് ഇച്ചിരി ഇതാണ്, അങ്ങനെയുണ്ട്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പച്ചരി മേടിക്കണ്ട്. പടത്തിന് വേണ്ടിയല്ലേ, അല്ല പടത്തിന് വേണ്ടിയിട്ടാണ് പച്ചരി മേടിക്കുന്നത്. ചന്തു ആക്ച്വലി കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. നമ്മള് ചന്തു വണ്ണം വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത് ഈ ലൊക്കേഷനിലുള്ള എഫക്റ്റ് ആയിരുന്നോ, ആഫ്റ്റർ എഫക്റ്റ് ആണോ, അതോ നമ്മൾ ആദ്യം ഇന്റർവ്യൂ വെച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞല്ലോ വന്നപ്പാ എടാ അതെ ശരിക്കും കുറച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ എഫക്റ്റ് ആയിരുന്നു, ഈ മൂവിയിലെ ഫുഡിന്റെ വല്ല എഫക്റ്റ് ആയിരുന്നു? കൂടെ ഉള്ളതുകൊണ്ടായിരുന്നു. എനിക്ക് വലിയ വണ്ണം വെച്ചിട്ടൊന്നും തോന്നില്ല കേട്ടോ. എപ്പോഴും നമ്മൾ കാണുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോ, നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാനൊരു ഒരു പടം വരുന്നുണ്ട്, അതിനുവേണ്ടി വണ്ണം വെച്ചതാ. ഇത് വെറുതെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് വണ്ണം വെച്ചതാ. വലിയ വ്യത്യാസമായിട്ട് പടത്തില് പോലെ തന്നെ ഇരിക്കുന്നത്. വലിയ വ്യത്യാസം. എല്ലാരും വണ്ണം കുറഞ്ഞായിരുന്നു ഒന്ന് ജസ്റ്റ്. ഇപ്പൊ തിരിച്ച് പിന്നെ കൂടി. എല്ലാരും മറ്റേ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ അതെ ഞാൻ ഈ കുറച്ച് വെച്ചിട്ടുണ്ടെന്നാണ്. റോഷൻ അതിനെപ്പറ്റി പറയാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ ഒരു മൂവി ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ചില ആൾക്കാർ തിയേറ്റർ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, അറിയാമല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സീരീസ് ആണെങ്കിലും ഒക്കെ ചെയ്ത് ഇപ്പോൾ ജിസ്മയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറേ അത് ഒരുപാട് മില്യൺ വ്യൂസും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം ബിമിലുമായിട്ടുള്ളൊരു കോംബോ കുറേ വർക്ക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ കഥയാണെങ്കിലും അല്ലെ ആക്ട് ചെയ്ത് ബിഹേവ് ചെയ്ത രീതിയാണെങ്കിലും വെരി നാച്ചുറൽ എന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതിനൊരു ഒരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ ഈ മൂവിയിൽ? ഈ ഒരു നാച്ചുറൽ എന്ന് എനിക്ക് അങ്ങനെ അറിയില്ല. നമ്മൾ എപ്പോഴും ഇച്ചിരി ഓവർ ദ ടോപ്പ് ആയിട്ടാണ് എല്ലാ സാധനങ്ങളും പിടിക്കാറുള്ളത്. കാരണം ഞാൻ ഫൺ പരിപാടി വരുമ്പോൾ കാരണം ആൾക്കാർ കുഞ്ഞു സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് അവർക്ക് അത് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും ഇച്ചിരി അധികം ചെയ്യണം. അപ്പം അത് അങ്ങനെ തന്നെയാണ്, അത് വെൽ പ്ലാൻഡ് ആയിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. നാച്ചുറലായിട്ട് അങ്ങനെ ട്രൈ ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയാൽ മാത്രമാണ് ഇച്ചിരി അതും കുറച്ച് മീറ്ററിൽ തന്നെയാണ്, അതിൽ മാത്രമേ അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ആദ്യം ജിത്തുചേട്ടൻ സ്റ്റോറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ജിത്തുചേട്ടൻ്റെ അടുത്ത് നമ്മൾ ഇത്തിരി ഓവർ ദ ടോപ്പ് പെർഫോം ചെയ്യുന്ന ആണ്. അപ്പോൾ ജിത്തുചേട്ടൻ പറഞ്ഞു കണ്ടിട്ടുണ്ട് എല്ലാ വർക്ക്സും, അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടി തന്നെയാണ് വേണ്ടേ. ഇച്ചിരി ഹൈ പെർഫോമൻസിനുള്ള സാധനമാണിത്. എല്ലാവരും ഇച്ചിരി ഹൈ ആയിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നത്. 70-80 റേഞ്ചിൽ പിടിക്കാം. അനശ്വരയ്ക്കും ജിസ്മൊക്കെ സമാധാനം ഞങ്ങളുടെയൊക്കെ പെർഫോമൻസ് ഉണ്ടപ്പോ അയ്യോ ഇത്ര ഇല്ലല്ലോ, ഞങ്ങൾ എത്ര ഓവറാക്കില്ലല്ലോ. അപ്പോഴാണ് ഒരു സമാധാനം ആയത്. ഞാൻ വരുമ്പോ ഓൾറെഡി ഇവരുടെയൊക്കെ സീൻസ്
ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു റൈറ്റ്. അല്ല ഞാൻ പറഞ്ഞു ലൊക്കേഷൻ പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ. ഈ ഫസ്റ്റ് ടൈം ദ മെയിൻ നായകൻ എന്ന് പറയുന്ന അല്ലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് തോട്ട്സ് ഉണ്ടാവും ആ ക്യാരക്ടർ വരുമ്പോൾ. ഓഫ് കോഴ്സ് ദ ടീം ഈസ് വെരി ഗുഡ്, വെരി ബിഗ്, നമുക്കറിയാം. എങ്കിൽ പോലും ഇഫ് ദ സ്ക്രിപ്റ്റ് അടിപൊളിയാണെങ്കിൽ എന്താണെങ്കിലും ആ ഒരു പദവി വരുന്ന ടൈമിൽ നമ്മൾ കുറേ തിങ്ക് ചെയ്യും. ഒന്ന് അല്ലെങ്കിൽ രണ്ട്, അതിന് എങ്ങനെ ആയിരിക്കണം നമ്മളിലാണ് ആ ലയബിലിറ്റി ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ആ ഒരു വ്യക്തിക്ക് ആയിരിക്കാം, ആൾക്കാർ കാണുന്ന കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടാവും എന്നുള്ളതാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ നമ്മൾ കുറച്ച് ആലോചിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ നായകനാവാൻ വേണ്ടി സിനിമയിൽ വന്ന ഒരാളല്ല. നമ്മളൊരു ക്യാരക്ടറുകൾ ചെയ്ത് ചെറിയ ഭയങ്കര ചെറിയ ക്യാരക്ടേഴ്സ് ഇത് ലീഡായി അങ്ങനെ വന്ന് തന്നെ അങ്ങോട്ട് ആയതാണ്. എനിക്കോട് സിനിമ ആക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനായിട്ട് അങ്ങനെ ആയതല്ല, സിനിമ ആക്കിയത് കൊണ്ട് കറക്റ്റായിട്ട് ജിത്തു എന്നോട് അത് പറയുന്നു. ഞാനപ്പോൾ ആ സമയത്ത് ആലോചിക്കുന്നു, അപ്പോൾ എനിക്ക് ട്രസ്റ്റ് എന്താണെന്ന് എനിക്ക് ജിത്തുവിനോടുള്ള ട്രസ്റ്റ് ആണ് എനിക്ക് കൂടുതൽ. അതുകൂടാണ്ട് ബാക്കി എല്ലാ കാര്യത്തിലുണ്ട്, ബാക്കി ക്രൂ ആണെങ്കിലും ടെക്നീഷ്യന്മാരാണെങ്കിലും സ്ക്രിപ്റ്റിൽ എല്ലാത്തിലും ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ഉത്തരവാദിത്വം കൂടും. ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും പടം ഇറങ്ങുമ്പോഴേക്കും. എല്ലാം നമ്മൾ മുന്നിട്ട് നിന്ന് ഒരു ചെയ്യണം. അപ്പോൾ അതൊരു കാര്യമുണ്ട് എന്തായാലും. പിന്നെ അതിനു മുമ്പ് ഇറങ്ങിയ പടങ്ങൾ നല്ല ക്യാരക്ടേഴ്സ് വന്നതുകൊണ്ട് അതൊരു ആഡ് ഓൺ ഒരു സംഭവം. ഞാൻ ഒരു ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനിത് എന്നും ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന എന്ന രീതിയിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സുഖം അങ്ങനെ തന്നെ വിചാരിക്കട്ടെ, എനിക്കും ഒക്കെ അല്ലോ, ടെൻഷനിലല്ലോ. നായകനായിട്ട് അഭിനയിക്കുമ്പോഴുള്ള പ്രശ്നം ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഞാൻ ലീഡ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ചു. എല്ലാ സിനിമയും ചെയ്യണ പോലെ ഞാൻ ഈ സിനിമയും ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ലാതെ അങ്ങനെ ഒരു പൊസിഷനായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ബ്രോ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ആലോചിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ എടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അത് ജിത്തുവിനോടുള്ള ഒരു ട്രസ്റ്റും ശ്രീധരനോടുള്ള ട്രസ്റ്റും അതിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അത് അടിപൊളിയാവട്ടെ. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ സിനിമയിലെ ഒരു ചെറിയ ഡയലോഗായിരിക്കാം, ആ ഡയലോഗ് വെച്ച് നമ്മളെ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ക്യാരക്ടറുടെ പേരായിരിക്കാം. അപ്പം അത് ആക്ച്വലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ ആലോചിക്കും അതൊന്ന് മാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ലൂസ് അടിക്കട, ആ സാധനം എവിടെ ചെന്നാലും ഇപ്പം ആ ടൈമുകളിലും ഈവൻ ബിഫോർ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു മോളിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോളേജ് ഇനാഗ്രേഷൻ ചെന്ന് കഴിയുമ്പോഴും ഒക്കെ ലൂസ് അടിക്കട എന്ന് പറയുമ്പോൾ തിരിച്ച് അപ്പോൾ എനിക്കൊന്ന് ചന്തു തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു പോയി, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും ഞാൻ പറയാറുണ്ട്. ആണല്ലേ? അത് ഓരോരുത്തർക്ക് ചെല്ലുമ്പോൾ അവർ പറയുമ്പോൾ ഇപ്പൊ സൈജനോടത്ത് ശ്രദ്ധിക്കേണ്ട അമ്മാന്റെ ഡയലോഗ് പറയാൻ പറയും. അതവർ പറയുമ്പോ നമ്മള് ചെയ്യാന്നുള്ള നമ്മള് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതായത് എന്ത് സംഭവിച്ചാൽ അവർക്ക് അത്രയും മനസ്സിൽ കയറിയത് കൊണ്ടാണല്ലോ അവരെങ്ങനെ സംസാരിക്കണം. നല്ല കാര്യം തന്നെ ഉറപ്പായിട്ടും. അപ്പൊ അത് ഞാൻ ഭയങ്കര ഇതായിട്ട് തന്നെ എടുക്കണം. കാരണം നമ്മളിത് ആഗ്രഹിച്ച കാര്യമാണ് ബ്രോ. പുറത്തിറങ്ങിയിട്ട് ഒരാൾ തിരിച്ചറിയാൻ വേണ്ടി ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു പേരിൽ ക്യാരക്ടറിന്റെ പേരിൽ അറിയപ്പെടാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പണ്ടെന്തോറും ലെജൻഡ് ആക്ടേഴ്സ് അവർ താമസിച്ച സ്ഥലം, ആ സ്ഥലം വെച്ച് അറിയപ്പെട്ടിട്ടുണ്ട്. അവർ ചെയ്ത ക്യാരക്ടർ കൊണ്ട് ത്രൂ ഔട്ട് ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇതാണ്. പിന്നെ അത് ഈ സംഭവിച്ച് നമ്മൾ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അത് മാറും എന്ന് വിചാരിക്കുന്നു. മാറിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് വിളിക്കുന്നതാണല്ലോ. തെറിയൊന്നുമല്ലല്ലോ വിളിക്കുന്നത്, അതായത് ഇപ്പൊ ഒരു 100 പേരിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 70-60 പേരും ചിലപ്പോൾ വിളി കാണും. പിന്നെ എന്റെ പേര് അങ്ങനെ അവർക്ക് അറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്ത് കുറച്ച് സിനിമകളല്ലേ പ്രൂവ് ചെയ്തത്. അപ്പൊ അത് ഇപ്പൊക്കെ കുറച്ച് അറിയാവുന്നതാണ് സജിൻ ഗോപു എന്നാണെന്നുള്ളതൊക്കെ മാറി വരുന്നു. ഇനിയിപ്പോ ഇതറിയുമ്പോ മരിയാനോനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി പൈങ്കിളി ഇറങ്ങുമ്പോ പൈങ്കിളി സുഗുവിനെ പറ്റി സുഗു വേഴാമ്പൽ സംസാരിക്കുന്ന പേരാണ് സുഗു വേഴാമ്പൽ പുള്ളിയുടെ. അപ്പൊ ഇത് February 14 റിലീസ് ചെയ്യുന്നത്, വാലന്റൈൻസ് ഡേയും കൂടെ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റിലേറ്റ് ചെയ്ത് വാലന്റൈൻസ് ഡേ റിലേറ്റ് ചെയ്ത് അല്ലെ പൈങ്കിളി പേരും യെസ് പൈങ്കിളി അത് വെച്ച് നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റ് പിടിച്ചാലോ? റെഡി? അപ്പൊ ഒന്ന് കൈയടിക്ക്. ഓക്കെ റെഡി? അതായത് വാലന്റൈൻസ് ഡേ വരികയാണ്. അപ്പോൾ ഈ ജെൻസി കാലഘട്ടം എന്ന് പറഞ്ഞ സമയം 2000 അതിപ്പം എനിക്ക് തോന്നുന്നു ഈ പേരൊക്കെ ഇപ്പോഴാണ് കൂടുതലും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നതും പല പല വാക്കുകളും കാര്യങ്ങളും. അപ്പം ആ ടൈമിൽ കുറച്ച് അല്ല ജെൻസി പിള്ളേർ പറയുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പോൾ ആ വേർഡ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ അതെന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് പറയാൻ ട്രൈ ചെയ്യുക. ഞാൻ ഇപ്പോഴേ തോറ്റതായി പ്രഖ്യാപിക്കുന്നു. അല്ല ഞാൻ ചുമ്മാ പറയുമ്പോൾ അതെന്താന്ന് ഗസ് ചെയ്യാം ആ പേര് വെച്ചിട്ട്. കറക്റ്റ് ആണോന്നില്ല. അത് പൊളിയില്ലേ? ഓക്കെ. ഓർബിറ്റിംഗ് അതുകൊണ്ട് ഓർബിറ്റിംഗ് കറങ്ങുന്നാണോ? ഏകദേശം ഓർബിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫ്ലർട്ടിംഗ്
അല്ല, സോഷ്യൽ മീഡിയയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സംഭവം. ഓർബിറ്റിംഗ് ആ. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. ഓർബിറ്റിംഗ് എയർലായതിന് വല്ലതും പറയാം. അല്ല, സോഷ്യൽ മീഡിയയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സംഭവമാണ്. അതായത് ഒരാളുടെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്കിംഗ് ആണോ? സ്റ്റോക്കിംഗ് ആയിരിക്കില്ല. അതായത് അതുമായിട്ട് ബന്ധമുണ്ട്, അതുമായിട്ട് ബന്ധമുണ്ട്. പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അതിനെ അതെനിക്ക് അറിഞ്ഞൂടാ. ഓർബിറ്റ് വെച്ച് ഓൾമോസ്റ്റ് അതിനെ ഞാൻ കൈയടിക്കാം. കാരണം അതായത് ഒരാളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയയിൽ കമന്റും ലൈക്കും ഒക്കെ ചെയ്ത് അവരുമായിട്ടുള്ളൊരു അതാണ് ഓർബിറ്റിംഗ് അല്ലേ? ദാറ്റ് ഇസ് വാട്ട് കോൾഡ് ഓർബിറ്റിംഗ്. കമ്പനി അടിക്കാൻ നോക്കുന്നു, ആ അങ്ങനെ വേണേ പറയല്ലേ. പക്ഷെ ഡയറക്റ്റ് പരിചയം ചിലപ്പോൾ ഡയറക്റ്റ് അവർ മെസ്സേജ് അയക്കണമെന്നില്ല. ചിലപ്പം കമന്റ്സിലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ലൈക്ക് ആയിട്ടായിരിക്കാം. ദാറ്റ് ഇസ് കാണുന്നവർക്ക് തോന്നുന്നു ഭയങ്കര കമ്പനിയാണ്. നിങ്ങൾ അവരുടെ സോഷ്യൽ സർക്കിൾ ആൻഡ് അവരുടെ പോസ്റ്റിൽ കമന്റ് ആൻഡ് ലൈക്ക് ചെയ്യുന്നു, പക്ഷെ എന്നാൽ അവരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. അങ്ങനെ വിശദീകരിച്ച് പറയാൻ നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല. അങ്ങനില്ല, എന്നാലും ഏകദേശം വന്നു. അതായത് അറിഞ്ഞിരിക്കുന്നല്ല, ആക്ച്വലി ജനറൽ നോളജ്. ഇത് കഴിഞ്ഞിട്ട് അറിഞ്ഞിരിക്കുന്നല്ലേ പബ്ലിക്കായിട്ട് നമുക്ക് അറിയാൻ പാടുന്നറിയാൻ അല്ല, അറിയാൻ പാടില്ലാത്ത കുഴപ്പമില്ല. നമ്മളിപ്പോഴും മൈൻഡിൽ ജെൻസി ആണല്ലോ എന്നല്ലേ? അതെ, എല്ലാരും അങ്ങനെയാണല്ലോ. അതെ, മൈൻഡിൽ ജെൻസി. ഓക്കെ. ബെഞ്ചിങ് ബെഞ്ചിങ് പോസ്റ്റ് എടുപ്പിക്കുന്നതാണോ? ഏകദേശം റിലേറ്റ് അതായത് നിങ്ങളെ കാര്യമായിരിക്കും, പക്ഷെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാതെ ഓൾമോസ്റ്റ് കാര്യമായിരിക്കും, പക്ഷെ പ്രയോറിറ്റൈസ് ചെയ്യാതെ മാറ്റി നിർത്തും. പക്ഷെ നമുക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് അറിയാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ യെസ്, ഓൾമോസ്റ്റ് കറക്റ്റ്. അത് ഞാൻ പറയാം. അതായത് നിങ്ങളെ ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് വെക്കുന്നത് അതാണ് അതിന്റെ ഒരു ഓൾമോസ്റ്റ്. പക്ഷെ ആ വ്യക്തിക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ബാക്കപ്പ് ഓപ്ഷൻ ആണ്. എന്റെ ബെഞ്ചിങ് നമുക്കറിയത്തില്ല ബെഞ്ചിങ് ആന്ന്. നമ്മളോർക്കും മറ്റേ മച്ചാന് നീയാടാ എന്റെ എല്ലാം എന്ന് പറയും. അപ്പുറത്തവനോടും പറയും മച്ചാന് നീയാടാ എവിടെ. പരിപാടി ബെഞ്ചി ഇൻട്രസ്റ്റിംഗ് അല്ലേ? പോയി ഇറക്കാലോ. അവന്റെ കൂടെ പോരുത്, അവൻ ബെഞ്ചിക്കപ്പെടും. ഇത് കൊള്ളാം അല്ലേ? ഹാർഡ് ലോഞ്ച്. ഹാർഡ് ലോഞ്ച് ഹാർട്ടാണ് ഹാർഡ് ലോഞ്ച്. ഹാർഡായിട്ട് ലോഞ്ച്, ഹാർഡ് ലോഞ്ച്. ഈ കല്ല് പോലുള്ള മനസ്സ്. അതിന്റെ ഒരു ക്ലൂ, പബ്ലിക്കായിട്ട് നമ്മൾ ബാക്കി പറയാം. പബ്ലിക്കായിട്ട് നമ്മൾ നാണം കെടും. പബ്ലിക് പബ്ലിക്കായിട്ട് നമ്മൾ അതായത് ഈ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? അതിനൊരു ക്ലൂ പറയാം. അതിൽ ഒരു സംഭവമാണിത്. അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ഒരെണ്ണം, അതിന് പല ഇതും ഉണ്ടല്ലോ. സിംഗിൾ അല്ലെങ്കിൽ കമ്മിറ്റഡ്, മാരീഡ്. കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അതാണോ? അല്ല, ഹാർഡാണ് ഇത്. ഹാർഡ് ലോഞ്ചാ ഇത്. ഭയങ്കര ഒരു ഡിഫറെന്റാ സംഭവം. കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പായി. ഏകദേശം കോംപ്ലിക്കേറ്റഡ് അല്ല, പബ്ലിക്കായിട്ട് റിവീൽ സിറ്റുവേഷൻ. പബ്ലിക്കായിട്ട് ഇൻ ആൻഡ് റിലേഷൻഷിപ്പ്, ഇന്ന മാരീഡ്, ഇങ്ങനെ ഉള്ളു. അതിലൊരെണ്ണമാണ്. ഏതൊക്കെയായിരിക്കും ഇമാജിൻ ചെയ്യുന്നത്? ഏതൊക്കെ ഓപ്ഷൻസ് ഏതൊക്കെയാ ഉള്ളത്? ഒന്ന് കമ്മിറ്റഡ്, ഒന്ന് മാരീഡ്, അല്ലെങ്കിൽ സിംഗിൾ, പിന്നെ ഇന്ന റെഡി ടു മിംഗിൾ, ഓപ്പൺ റിലേഷൻഷിപ്പ്. പറഞ്ഞോ? ഇല്ല, ഹാർഡ് ലോഞ്ച് എന്ന് പറഞ്ഞ ഇന്ന ഓപ്പൺ റിലേഷൻഷിപ്പ്. പബ്ലിക് ആൻഡ് ഓപ്പൺ ആയിട്ട് റിലേഷൻ അനൗൺസ് ചെയ്യുന്നു. ഇനി ഓപ്പൺ റിലേഷൻ മാത്രമല്ല, റിലേഷൻ അനൗൺസ് ചെയ്യുന്നു. അതാണ് ഹാർഡ് ലോഞ്ച്. അങ്ങനെ പറയാം. അതായിരുന്നു പബ്ലിക്കായിട്ട്. അതാണ് അതിന്റെ ഓപ്പൺ മാത്രമല്ല, പബ്ലിക്കായിട്ട് ഐ എം സിംഗിൾ എന്ന് പബ്ലിക്. അത് ഹാർഡ് ലോഞ്ച് ആണ് ബ്രോ. ഹാർഡ് ലോഞ്ച് എന്നാണ് പറയണേന്ന്. സിംഗിൾ ആയിരുന്നില്ല അത്രയും നാള്. ശരിയാണ്. എല്ലാവരും അറിയിക്കും. അളിയന്റെ ഹാർഡ് ലോഞ്ച് എന്ന് പറയാവോ? പറയൂ, യെസ് ഐ ആം സിംഗിൾ, ദാറ്റ്സ് ഇറ്റ്, കൂൾ. 2000 kids. ഓക്കെ, ഇത് ഭയങ്കര ഈസിയാ. ഇത് ആദ്യം കൈ വെക്കുന്നവർക്ക് പറയാവേ. ടെക്സ്റ്റേഷൻഷിപ്പ് വളരെ ഈസി. റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, അതാണോ ടെക്സ്റ്റേഷൻ? കറക്റ്റ്. ഫുൾ ടെക്സ്റ്റ് ചെയ്യുന്നത്. You rang it, bro.
അതായത് റിലേഷൻഷിപ്പ് ഓർ കണക്ഷൻ ടെക്സ്റ്റിൽ മാത്രം നിർത്തുക. നോ ഇന്റർപേഴ്സണൽ മീറ്റിംഗ്. ഓ കാണുന്നില്ല, മെസ്സേജ് മാത്രം അയക്കും. 10 വർഷം 11 വർഷമൊക്കെ ആയിട്ട് ചിലപ്പം ഇപ്പം നമ്മള് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നവരൊക്കെ ഫേസ്ബുക്കിലും ഒക്കെ പണ്ട് അതാണ് റിലേഷൻഷിപ്പ് ബ്രോ. മറ്റേ ഈ പുള്ളിയുടെ വീഡിയോന്റെ താഴെ കുറെ വന്നിരുന്നു, റിയാസ് ഖാന്റെ വീഡിയോന്റെ താഴെ. എക്സാക്ട്ലി ഇനി charisma of a person. Bro, ഞാൻ റിയാസ് ഖാന്റെ വീഡിയോന്റെ താഴെ കുറെ കണ്ടിരുന്നു. റിയാസ് ഖാന്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ഓർത്തോ ഇത് എന്താന്ന്? പിന്നെ ഇറ്റ്സ് ലൈക്ക് എ charisma of a person. ഇനി അങ്ങനെ അടിക്കാം. സ്നീക്കി ലിങ്ക്. സ്നീക്കി ലിങ്ക്, അവിഹിതം. ആയിരിക്കുള്ളൂ. ഓപ്ഷൻസ് പറ. അവിഹിതം, എന്ത് പേരാണല്ലേ? സ്പൈയിങ് ആണോ? മീൻസ് റിലേഷൻഷിപ്പിന്റെ ഇതൊരു റിലേഷൻഷിപ്പ് ആണ്, പക്ഷെ സ്നീക്കി ആണ്. അത് ആർക്കും അറിയില്ല. ഒളിച്ചുള്ള പ്രണയം. ഒളിച്ചുള്ള പ്രേമം. പ്രേമം എന്ന് മാത്രമല്ല, സീക്രട്ടീവ് റിലേഷൻഷിപ്പ്. അവിഹിതം അവിഹിതം എന്ന് പറഞ്ഞാൽ അത് ഈ രണ്ടുപേരും 4 ചുമരുകളും മാത്രം. അതാണ് സ്നീക്കി ലിങ്ക്. എനിക്ക് പഠിക്കുന്ന 2 സ്റ്റുഡൻസ്, അവർക്ക് തമ്മിൽ ഇഷ്ടമാണ്, പക്ഷെ ആരും അറിയില്ല. അത് അത് നല്ല അങ്ങനത്തെ ആരും അറിയിക്കാതെ പ്രണയിക്കും. അതാണ് നല്ലത്. അത് വേണം. അത് സ്നീക്കി ലിങ്ക്. അവര് സ്നീക്കി ലിങ്കിലാട്ടോ. ഇതെങ്ങനെ പ്രണയിക്കും? അതായത് രണ്ടുപേരും പോകുമ്പോ അവിടുന്ന് ടീച്ചേഴ്സ് ഒക്കെ പറയുന്നു, ഒരു 10 വർഷം കഴിഞ്ഞുള്ള ടീച്ചർ അവര് സ്നീക്കി ലിങ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ പറയുന്ന അവസ്ഥ എത്തുക എന്നുള്ളതാണ് സംഭവം. സ്നീക്കി ലിങ്ക് അത് നല്ലതല്ലേ? ഓക്കെ ഓക്കെ, അടുത്ത് ആയാലോ. ഓക്കെ, ബ്രെഡ് ക്രംബിംഗ്. ഒഴിവാക്കുന്നതാണോ? കാരണം ബ്രെഡിന്റെ ഒഴിവാക്കാണല്ലോ, കടിച്ച് ഒഴിവാക്കാറുണ്ട്. ഞാൻ ഒഴിവാക്കാറുണ്ട്. അതാ ചോദിച്ചത്. ആണല്ലേ? മനഃപൂർവ്വം ഒഴിവാക്കുക. അടുക്കള ഭാവം ഞാൻ കഴിക്കുള്ളൂ. ഓക്കെ, ബ്രെഡ് ക്രംബിംഗ്. ഇത് ബ്രെഡുമായിട്ട് റിലേറ്റഡ് അല്ല, അതാണ് വേറെ കാര്യം. പറഞ്ഞു വന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായിരിക്കും അർത്ഥം. പുറമെ എന്തെങ്കിലും പുറമെ ഇത് എന്റെ ബോയ് ഫ്രണ്ട് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാക്കില് അതാണോ? അതായത് ഒരു വ്യക്തിനെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ ഒരു കാര്യത്തിന് ട്രൈ, അതൊരു ക്ലൂ. ഒരു വ്യക്തിനെ, ഒരാളെ നമുക്ക് അവരോടൊരു എന്നാ ഞാൻ പറഞ്ഞേക്കാം, അതായത് ഒരാളോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അവരെ കാണിക്കുന്നു, അവരെ അറിയിക്കുന്നു. ചെറിയ ഡയറക്റ്റ് പറയാതെ ലിങ്കിലൂടെ. അതായത് ഇൻട്രസ്റ്റഡ് ആണെന്ന് കാണിക്കാൻ ചെറുതായിട്ടും വല്ലപ്പോഴുമായി ലവ് ഗസ്റ്റേഴ്സ് ഒക്കെ കാണിക്കാം. ചെറുതായിട്ടുള്ള അങ്ങനെ ബ്രെഡിന്റെ പൊടിയല്ലേ? അതല്ലേ ഇത് ഇങ്ങനെയൊക്കെയായിരുന്നല്ലേ? ഇതല്ലേ ഇതുവരെ അറിയാത്തൊരു വാക്കുണ്ടല്ലോ, സ്കിബിഡി എന്ന് പറഞ്ഞിട്ട് എന്തോ. സ്കിബിഡി അല്ല, സ്കിബിഡി അറിയോ എന്താന്ന്? ഈ പൂക്കി സ്കിബിഡി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സ്കിബിഡി എന്ന് പറഞ്ഞ ഇത് ചോദിക്കാം. പൂക്കി ക്യൂട്ട്. അത് ഞങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂ ചോദിച്ചായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. അതിപ്പോ കോമൺ ആണ്. അംബാൻ എന്തായിരുന്നു? മാത്രമല്ലാതെ കുറെ പൂക്കി ട്രോൾസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അത് പിന്നെ കോമൺ ആയിരിക്കും. പിന്നെ ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ഇനി വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ വേറെ ചോദ്യങ്ങൾ. ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ട ഉടനെ എല്ലാവരുടെയും ഒരു ഓട്ടം നമുക്ക് അതിനകത്ത് കാണാം. സോ അതിനെ വെച്ചൊരു ക്വസ്റ്റ്യൻ, റൈറ്റ്? ജീവിതത്തിൽ നേരിട്ടോ അല്ലാതെയോ എപ്പോഴെങ്കിലും ഒരു പ്രണയം അഭ്യർത്ഥന കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ നിന്നും അവിടുന്ന് ഓടിപ്പോകാൻ ചാൻസും ഉണ്ടായിട്ടുണ്ടോ? തിരിച്ചു പോകാം. തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചാണ് സംഭവിച്ചതാണ്. നമ്മുടെ
അവിടുന്ന് തിരിച്ചാണ് സംഭവിച്ചേക്കുന്നുള്ളതാണ്. അപ്പൊ തന്നെ ഞാൻ അടിച്ചത്. എനിക്ക് ഏകദേശം vibe കിട്ടി. പിന്നെ വേറൊരു ഉത്തരം കൂടി തരാം. അത് പൈങ്കിളി അല്ലാത്തതുകൊണ്ടായിരിക്കും അവര് അങ്ങനെ പോയത്. കുറച്ച് പൈങ്കിളി ആവുമെന്ന് ആലോചിച്ച്. ഇനി ചോദിക്കരുത് അടുത്തത്, പൈങ്കിളിയായിട്ട് എന്തെങ്കിലും ഇല്ല. അതിനുള്ള ഉത്തരവോട് കുറച്ചുകൂടി പൈങ്കിളി ആയിരത്തേക്ക് ചിലപ്പോ ഒരു ഓടില്ലായിരുന്നു. ഓടത്തില്ല. ഇത് കുറച്ച് mature and serious ആയിട്ട് ഇഷ്ടമാണ് ആ ടോണില് അതിനായിരിക്കും. നിനക്ക് തിരിച്ചല്ലേ? അല്ല എനിക്ക് ഇതുപോലെ തന്നെ തിരിച്ച് നമ്മള് ഓടിക്കളയില്ല നമുക്ക്. ഞാൻ എന്തായാലും ഓടത്തില്ല. ഓടിയിട്ടുണ്ടോ? അങ്ങനെ love ഏയ് ഞാൻ ഓടിയിട്ടില്ല, അവരൊക്കെ ഓടിയിട്ടുണ്ട്. അവര് escape ആയി. escape ആയി. Come on, Pookie, come on. ഓരെ പറ. ഓടിയിട്ടുണ്ടാവും, അവരോടിയിട്ടുണ്ടാവും, അവര് ഓടുന്നു എന്നാലും നമ്മളങ്ങ് പോകും. നമുക്ക് മനസ്സിലാവും അവര് ഓടാൻ നിൽക്കണം. അപ്പൊ തന്നെ നമ്മളങ്ങ് ഓടും. ഒരു ഓടിയില്ലെങ്കിലും നടന്നെന്തായാലും തിരിച്ച്. അതെ, കോളേജ്, സ്കൂൾ രണ്ടുണ്ടായിട്ടുണ്ട്. ഉണ്ട്. അടിപൊളി. അങ്ങനൊന്നുമില്ല. ഇസ്മ തന്നെ ഓടി പറഞ്ഞേ. എന്നോട് ആരും പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടില്ല. ആരും വിമലേട്ടനോ? വിമല് കല്യാണം കഴിച്ചില്ലേ? ആ, പ്രണയാഭ്യർത്ഥന കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. ആരെ എന്നാലും അന്നേരം ഓടിയൊന്നുമില്ല. അപ്പൊ ഞാൻ ഓക്കെ യെസ് പറഞ്ഞു, എന്നിട്ട് കല്യാണം കഴിച്ചു. ഓടായിരുന്നില്ലേ? പക്ഷെ ഇവരുടെ very interesting relationship ആയിരുന്നു. ഇവരുടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആയിരുന്നു. കാരണം ഇവര് അത് കേൾക്കാം നമുക്ക്. അതായത് അതിന്റെ ഒരു ചെറിയൊരു തൊട്ട് ഞാൻ പറയാം. അത് വിറ്റ്നസ് ആണല്ലോ അല്ലേ? നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അല്ല, ഞങ്ങള് നോർമലി ഒരു ചാനലില് രണ്ടുപേര് ആങ്കേഴ്സ് വരുന്നു, പക്കാ വൈബ്, കിടിലം ഫ്രണ്ട്സ് ആവുമല്ലോ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ഭയങ്കര മച്ചാൻ അമ്മ റൈറ്റ്. അത് നല്ല രീതിയിൽ എന്നിട്ട് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ തോന്നി ഇത്ര നല്ല മച്ചാനല്ലേ, എന്നാ പിന്നെ വൈ കാണ്ട് ഐ ടേക്ക് ഹിം ടു ലൈഫ്, അമ്മ റൈറ്റ്. എന്നിട്ട് ബാക്കി പറ. അല്ല, അത് അങ്ങനെ തോന്നിയപ്പോ അത് തോന്നിയപ്പോ തുറന്നു പറഞ്ഞു, ഒരുപാട് ലേറ്റ് ആക്കാണ്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതിന്റെ കാരണം നിങ്ങൾ മറ്റേ അതെ, തമിഴ് അറിയായിരുന്നു. അതെ, എല്ലാ രണ്ടിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളി അറിയായിരുന്നു, എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അപ്പൊ അത് അത്രയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ റിലേഷൻഷിപ്പ് ആകുമ്പോൾ അത് ഈസിയർ ആയിരിക്കും. നമുക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അന്ന പിന്നെ ഇനി റിലേഷൻഷിപ്പിൽ എന്നുള്ള രീതിയിൽ കുറച്ച് നാൾ തുടർന്ന് നോക്കാം. അതെ അതെ, വർക്കായി നല്ല രീതിയിൽ. പിന്നെ കല്യാണമായി സന്തോഷമായിട്ട് ജീവിക്കുന്നു. അടിപൊളി. ഇവർ ഒരുമിച്ച് വ്ളോഗുകൾ അല്ലേ? പിന്നെ അത് വ്ളോഗ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ റിലേഷൻഷിപ്പ് ആവുന്നത്. ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ആവുന്നത്. അതിനിടയിൽ വെച്ചിട്ട് വലിയ താമസം ഉണ്ടായില്ല. ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളൊക്കെ ആയപ്പോഴത്തേക്കും ഫുൾ ടൈം ഒന്നിച്ചല്ലേ, അത് അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ വൈ നോട്ട് ഗ്രോത്ത് അങ്ങനെ ഒന്നിച്ച് ഭയങ്കര എന്തായാലും നമുക്ക് അങ്ങനെ പിരിയാൻ പറ്റില്ല. ആദ്യം ആരാ ആക്ച്വലി ഇനി ഒരു സജഷൻ ചോദിച്ചത് ഒരുമിച്ച് മൈൻഡിലുണ്ടെങ്കിലും? വിമലാണ്. വിമലൊന്നും ചോദിച്ചു, എടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഭീകരമായ ഒരു സംസാരമൊന്നും ഉണ്ടായില്ല. അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇങ്ങനെ ഞങ്ങൾ കാഷ്വലി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു താല്പര്യമുണ്ട്, ഇഷ്ടമാണ്, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ്പെക്റ്റഡ് ആയിരുന്നു, അങ്ങനത്തെ സിറ്റുവേഷനിലാ പറഞ്ഞത്. പിന്നെ ഇവരൊരു സ്നീക്കി ലിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും ബുക്കീസ് ആയിരുന്നു. പിന്നെ ബ്രെഡ് ക്രംപിംഗ് ഉണ്ടായിരുന്നു. പറഞ്ഞില്ലായിരുന്നു വിചാരിക്കും. എത്ര നാള് കഴിഞ്ഞ് അങ്ങോട്ട് പറയുമായിരുന്നു. പെട്ടെന്ന് പറഞ്ഞായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണല്ലോ ഫുൾ ടൈം. അങ്ങനെ സാഹചര്യങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങളെ പുഷ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ, ചുറ്റുള്ള ആൾക്കാർ, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടുന്നൊക്കെ. ഞാനും ബ്രെഡ് ക്രംപിംഗ് ചെയ്തിട്ടുണ്ട്, വിമല മാത്രമല്ല. ഓഫ് കോഴ്സ്. അടിപൊളി. ഇപ്പോഴും ബ്രെഡ് ക്രംപിംഗ് ഉണ്ടോ? പിന്നെ ഉണ്ട്, ഭയങ്കരമായിട്ട്. ഏതൊരു വീഡിയോയില് നിങ്ങൾ മറ്റേ കോളേജിൽ വന്നപ്പോൾ ഇവിടെ അവിടെ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അതിന് കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അവരുടെ ഫേസ് എല്ലാവർക്കും അറിയുന്നോണ്ടല്ലേ അങ്ങനെ വീഡിയോ ഒന്നും എല്ലാരും അങ്ങനെ ആയിരിക്കും. 50 രൂപ 10 സെക്കൻഡില് 50 രൂപ 10 സെക്കൻഡ് ഇത് പറഞ്ഞു. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ.
അപ്പുറത്തുനിന്ന് എൻ്റെ അനിയനും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അവനെ ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ട് അവൻ വീഡിയോയിൽ പെട്ടില്ല. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുടെ ലൈഫിലത്തെ സക്സസ് നമ്മുടെ സക്സസും കൂടിയിട്ടാണ്. അപ്പോൾ അത് ഒബ്വിയസ്ലി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അച്ഛനുണ്ടെങ്കിൽ അച്ഛനും എടുക്കും ഫോട്ടോയും വീഡിയോയും, ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർ. വിമലിനെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അവൻ വീഡിയോയിൽ പെട്ടു. അതങ്ങനെയല്ലേ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുടെ അല്ലേ, അങ്ങനെയല്ലേ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയാണ്. വിമലിന്റെ ഫസ്റ്റ് മൂവി പ്രേമമില്ലേ? അതെ അതെ, പ്രേമത്തിലെ UC കോളേജ് വെച്ചിട്ടായിരുന്നു ആ പരിപാടി. അപ്പൊ പുള്ളി അതും കൂടെ ഒക്കെ ആയിട്ട് മൊത്തത്തില് ആ ഒരു മൈൻഡും അവിടെ ചെന്ന് ഷൂട്ടിന് പുള്ളിക്കാരൻ അത് പറയുകയും ചെയ്തു സ്റ്റേജിൽ. ഞാൻ സ്റ്റേജിൽ പറഞ്ഞു ആദ്യം അഭിനയിക്കുന്ന പടം ഇവിടുന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറയും. മുന്നോട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആക്ടിങ് ആ ഒരു സംഭവമാണ് നിങ്ങൾ രണ്ടുപേരും അല്ലേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മമ്മൂക്കയുടെ ഇന്റർവ്യൂ എടുത്ത് ഓർക്കുന്നുണ്ടോ ജിസ്മ? അയ്യോ, അതാണ് എൻ്റെ ആദ്യത്തെ. അത് നിങ്ങൾ കണ്ടുണ്ടോ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബിൽ ഞാൻ ആരോട് പറയാൻ ഒളിപ്പിച്ചു ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പൊങ്ങി വരും. നമുക്ക് ഇങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു, ഫസ്റ്റ് ഇന്റർവ്യൂ. ഞാൻ ഇന്റർവ്യൂസ് എടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ജോബ് വേണ്ടേ, കൊറോണയ്ക്കൊക്കെ മുമ്പെയാ, എന്തെങ്കിലും ജോബ് വേണ്ടേ. അപ്പൊ മാധുരരാജയുടെ എന്താ മൂവി ഇറങ്ങുന്ന സമയത്ത് പ്രൊമോഷൻസ് സമയത്ത് ഇതുപോലെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ആൾക്കാർ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടായിരുന്നു ആൾക്കാരെ നോക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയില്ല മമ്മൂക്കേന്റെ ഇന്റർവ്യൂ ആണ് എടുക്കാൻ പോകുന്നത്, വേറെ ആരെങ്കിലും ആയിരിക്കും ഞാൻ വിചാരിച്ചത്. ഫസ്റ്റ് ഇന്റർവ്യൂ ഫസ്റ്റ് ഇന്റർവ്യൂ മമ്മൂക്കാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഒരാളെ ഇന്റർവ്യൂ എടുത്ത പോലും ശരിയില്ല, ഞാൻ ഇങ്ങനെ അങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ ഒട്ടും അത്ര അമച്വർ ആയിട്ടുള്ള ഒരാള്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, നമുക്കൊരു 10% ചാൻസേ ഉള്ളൂ ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിട്ട്, കാരണം നമുക്ക് ഭയങ്കര ബിസിയാണ്, മെയിൻ ചാനൽസിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതെ അതെ. അപ്പൊ ഞാൻ ഇതുപോലെ അന്നൊരു ഹാളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇന്റർവ്യൂസിന് സെറ്റ് ചെയ്തിരിക്കുക. ഞാനും ഒരു സ്ഥലത്ത് പോയിരുന്നു. എനിക്കാണ് ടെൻഷൻ കൊണ്ട് എൻ്റെ കൈയൊക്കെ വിയർക്കാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് അന്ന് വന്നപ്പം ധൈര്യത്തിന് കയ്യിലൊരു കൊന്തയൊക്കെ കെട്ടിയാണ് വന്നിരുന്നത്. അപ്പോൾ അത്ര പേടിയായിട്ട് എന്നിട്ട് ഞാൻ മമ്മൂക്ക ഇല്ല ഇന്റർവ്യൂ തരാൻ പോകുന്നില്ല നേരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇരുന്നത്. പക്ഷേ മമ്മൂക്ക വന്നിരുന്നു, മൈക്കൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പത്തേക്കും എൻ്റെ അയ്യോ, ഞാൻ അപ്പൊ തന്നെ അത് ദൈവത്തിന് റോൾ ചെയ്തില്ല അവര്. ഞാൻ കാല് പിടിച്ചു, നമുക്ക് എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ അറിഞ്ഞൂടാ, ഇതെന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, എന്തിനാ പേടിക്കുന്നത്, എന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു പേടിക്കണം, എന്തിനാ കൊന്തയൊക്കെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. പുള്ളി കുറച്ച് സമയം എൻ്റെ സംസാരിച്ചപ്പോൾ ഞാൻ ചില്ലായി. അതെന്റെ ആദ്യ ഇന്റർവ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ കുറെ ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം. ഒന്ന് ആലോചിക്കുക, ഏതൊരു ആങ്കറിനാണ് ഏറ്റവും ആദ്യത്തെ ഇന്റർവ്യൂ മമ്മൂക്ക? സാധാരണ ഇങ്ങനെ തുടങ്ങി ലാസ്റ്റ് മമ്മൂട്ടി ലാലേട്ടൻ്റെ അടുത്ത് ലാലേട്ടൻ്റെ അടുത്ത് എത്തണം എന്നുള്ള ആഗ്രഹം ഫസ്റ്റ് തുടങ്ങി മമ്മൂക്ക അല്ലേ? അതൊരു ഇതല്ലേ. പക്ഷെ എന്നിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയില്ലേ? പിന്നെ നല്ല വ്യൂ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അത് ജിസ്മയാണെന്നുള്ളത് ഓർമ്മയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നത് എന്താ സംഭവം കയ്യിലിങ്ങനെ അടിച്ചിട്ട് അത് പറയുന്നല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറെ ഇന്റർവ്യൂസ് അതിന് ശേഷം എടുത്തിട്ടുണ്ട്, കുറെ പേര് എടുത്തിട്ടുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ. എന്നിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്നു പൈങ്കിളിയിൽ. ഇവിടെ വന്നിരുന്നു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, ഹൃദയത്തിന് വേണ്ടി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. തിരിച്ചു വന്നിരിക്കുന്ന നമ്മുടെ ചാനലിൽ എടുത്തിട്ടില്ല. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് റിജക്ഷൻ ഉണ്ടാകില്ല എന്നൊരു സിറ്റുവേഷൻ വന്നാൽ ആരെ നിങ്ങളുടെ വാലന്റൈനായി പ്രപ്പോസ് ചെയ്യും? അതായത് ഫോർ എക്സാമ്പിൾ ഇനിയിപ്പം റിജക്ഷൻ ഇല്ല ഫോർ ഷുവർ, ഇറ്റ്സ് ലൈക്ക് എ വരം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ഗോൺ റിജക്ഷൻ ഇല്ല, പ്രപ്പോസ് ചെയ്തു ദാറ്റ് ഐ വോണ്ട് ടു മാരി എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ് ആണ്. സഡൻ ടൈമിൽ അപ്പൊ തന്നെ റിജക്ഷനേ ഇല്ല. ആൾക്കാരെ പ്രപ്പോസ് അങ്ങനെയാണ് സ്നീക്കി ലിങ്ക് കുറെ വരില്ലേ? റിജക്ഷൻ അല്ല, വൺ പേഴ്സൺ യൂസ് അടിക്കടാ. ആരെ പ്രപ്പോസ് ചെയ്യുന്നാണോ? ആരെ വേണം പ്രപ്പോസ് ചെയ്താൽ റിജക്ഷൻ ഇല്ല. അങ്ങനെയാണ് ചോദിക്കുന്നത്. സാഹചര്യം ഇങ്ങനെ മനസ്സിലാലോചിക്കോ? വെട്ടു. ആരെങ്കിലും പറഞ്ഞോ സിനിമയ്ക്ക് പൈങ്കിളി എന്ന് പേരിടാൻ? സുഖമാണ് പ്രപ്പോസ് ചെയ്യുന്നത് സഞ്ജയുടെ ഐഡിയ എന്ന് പറഞ്ഞ ടൈറ്റില് ആണല്ലേ? അതുകൊണ്ട് ഞാൻ സുഖമാണെങ്കി ഇപ്പൊ ഞാനാണ് ആദ്യം പറഞ്ഞത്. ഇല്ല ഞാൻ ആദ്യം പറഞ്ഞേ സ്കാർലറ്റ്. ഞങ്ങൾ രണ്ടുപേർക്കും താല്പര്യം അതാണ്. ഈ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് എന്ത് വേണേലും ഞാൻ തരും, പക്ഷെ നടക്കില്ല. ഫസ്റ്റ് ഞാൻ പ്രപ്പോസ് ചെയ്ത ഒരു കാര്യമുണ്ട്, റിജക്ഷൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്. റിജക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല, ഫസ്റ്റ് ഞാൻ പ്രപ്പോസ് ചെയ്തു. അതില്ല. അപ്പൊ തീർച്ചയായിട്ടും if you really like that guy, please comment. Okay. ഇങ്ങനെ ആവേശം ഹീറോ. ഓക്കെ. അപ്പൊ ഇനി റോഷൻ,
അത് തന്നെ രണ്ടുപേരും ഒരാൾ അറിയാതെ അത് നടക്കൂ. ഈ ലിങ്ക്സ് 2 ആകത്തില്ല. നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ഓക്കെ, ഞാൻ നിനക്ക് കമൺ പൊക്കി. ഓക്കെ സ്കാർലറ്റ് ജോൺ സ്കാർലറ്റിന് കൊടുത്തു. അപ്പം അളിയൻ ഓൾറെഡി സ്കാർലറ്റിന് പ്രപ്പോസ് ചെയ്തല്ലോ. എന്നിട്ട് കൊടുത്തു. അല്ല കൊടുത്തല്ല, അവനത് തന്നെ ആഗ്രഹം. ബ്രോ അവനത് തന്നെ ആഗ്രഹം. സുഹൃത്തിന്റെ സ്നേഹം അതത്രേ ഉള്ളൂ. ശരി ശരി. ഞാൻ ഉപേക്ഷിച്ചു. എനിക്ക് വേണ്ട. രണ്ടുപേരും ഒരാൾ. ഓക്കെ. ഞാൻ ലോൺലി ആയിട്ട് ജീവിക്കാൻ പോവാ. ലോൺലി. ഓക്കെ, ഇനി അവിടെ ഞാൻ ഈ ക്യാരക്ടർ സുഖമാണെങ്കിൽ അത് പൈങ്കിളി എന്ന് പറയുന്ന സിനിമയിലെ സുഖമാണ് എങ്കിൽ അങ്ങനെ അവസരം കിട്ടുവാണ്. പൈങ്കിളിയിലെ ക്യാരക്ടർ എന്താ സംഭവിച്ചു? സുഖം അങ്ങനത്തെ അവസരം കിട്ടിയിട്ട് മിസ് ചെയ്ത ആളാണ്. എന്നിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. വേറെ രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോ സുഖം ആക്ച്വലി അല്ലേ അങ്ങനെ ഒരു സുഖിന്റെ ഫോൺ കേസ് തന്നെ പുള്ളി ഇങ്ങനെ ലോ ലവ് അടിച്ചിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഓഫർ വന്നിട്ട് പുള്ളി നിരസിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു രക്ഷയില്ലെന്ന് പറയുമ്പോ അങ്ങനത്തെ ഒരു അതാണ് സുഖുവിന്റെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ അത് നിങ്ങളുടെ പോസ്റ്ററിൽ തന്നെ കാണാം. ഒരു ലവ് തന്നെയാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് മൊത്തം ഈ ലവ് എല്ലാ ലവും ഉണ്ട്. അടിപൊളി. അളിയന്റെ റോഷന്റെ ചിരി നോക്കിയേ. എല്ലാവരും ചിരി കൊള്ളാം. ചന്തു ഒന്ന് ചിരി. സജിൻ മറ്റേ ദയനീയമായി സുഖിച്ചിരിക്കുക. കാണിക്കണോ? ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ വെച്ചേക്കാം. ഇതൊക്കെ എന്ത്? ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ പൈങ്കിളി ഒരു കിടിലൻ സംഭവമാട്ടെ. 14th റിലീസിങ്, വാലന്റൈൻസ് ഡേ ആണ്. പക്ഷെ ഇതിൽ പ്രണയം മാത്രമല്ല, ഇറ്റ്സ് എ ഫാമിലി മൂവി, ഇറ്റ്സ് എ ഫൺ മൂവി, ഇറ്റ്സ് എ ഹോൾ പാക്കേജ് മൂവി. എല്ലാ കിടിലം ആക്ടേഴ്സും ഉണ്ട്. ഒരു കിടില സംഭവം നിങ്ങൾക്ക് വേണ്ടി തിയേറ്ററിലേക്ക് 14-ാം തീയതി നിങ്ങൾക്ക് തരികയാണ്. ഞങ്ങളും ഉണ്ടാവും ഫസ്റ്റ് ഡേ. അപ്പം അടിച്ചു പൊളിക്കാം. ഓൾ ദ വെരി 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 ബെസ്റ്റ്. നിങ്ങളുടെ ലാസ്റ്റ് ഇന്റർവ്യൂ ഇല്ലേ? ചാർജ് ഇല്ലേ? പൊളിക്ക്. അപ്പം താങ്ക് യു ഗൈസ്.